കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കേസെടുത്തേക്കും. വനംവകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി. അതിനിടെ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ മരിച്ചവരുടെ വീടുകൾ ഇന്ന് സന്ദർശിക്കും. കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘനം നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. നിയമലംഘനം നടത്തിയവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിന് ഉത്സവം നടത്താനുള്ള അനുമതി റദ്ദാക്കിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വനം വകുപ്പും നാട്ടാന പരിപാലന നിയമത്തിൻ്റെ വകുപ്പുകൾ ഉപയോഗിച്ച് വനം വകുപ്പും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടവും പോലീസും കേസ് എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നടപടികൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനനുസരിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. ഇന്ന് സമീർ, കർശന നടപടി ഉണ്ടാകും എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്, വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഈ എഴുന്നള്ളിപ്പ് നടന്നത് ചട്ടം ലംഘിച്ചാണ് എന്ന അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ തുടർ നടപടി ഏത് തരത്തിലാണ് ആലോചിക്കുന്നത്? പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കേസെടുക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടാവുന്നു. വിശദാംശങ്ങൾ എന്താണ് സമീർ സി മുഹമ്മദ്? രജിത്ത്, നിവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് 3 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ്. അതേസമയം തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം റിപ്പോർട്ടാണ് CCFും അതുപോലെ തന്നെ ADMും കലക്ടർക്ക് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യത തേടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവിടെ മതിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് ആനയുടെ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ഗുരുതരമായിട്ടുള്ള ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ചങ്ങല കൊണ്ട് അതിനെ 2 ആനകളെയും ചങ്ങല ധരിപ്പിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നത് പരിസരത്ത് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തൊട്ടടുത്ത് വെച്ചുകൊണ്ടാണ് ഈ വിധ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ചത്. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ലംഘനം ഉണ്ടായി എന്നുള്ള കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം ട്രസ്റ്റി അതുപോലെ തന്നെ ആനപ്പാപ്പാന്മാർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് തുടർന്നുള്ള നടപടിയിലേക്ക് പോലീസ് പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടാതെ പടക്കം പൊട്ടിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ ആവുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരാണ് മരിച്ചത്. ആ 3 പേരുടെ വീടുകൾ ഇന്ന് വനം മന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ആദ്യം ക്ഷേത്രത്തിലേക്കാണ് മന്ത്രി വരുന്നത്. അതിനുശേഷം ലീല, അതുപോലെ തന്നെ രാജൻ, അമ്മുക്കുട്ടിയമ്മ, ഈ 3 പേരുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം സന്ദർശിക്കും. മാത്രമല്ല 31 പേർ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. അവർക്ക് ഉൾപ്പെടെയുള്ള ധനസഹായവും ഇന്ന് മന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. മന്ത്രി അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലെത്തും. തുടർന്നായിരിക്കും മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങളെയും പിന്നീട് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആന എഴുന്നള്ളിപ്പിൽ നാട്ടാന പരിപാലന ചട്ടം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ട നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 21 വരെ ആന എഴുന്നള്ളിപ്പിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.